എലമെൻറ്റ്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠത്തിലെ അവസാനത്തേക്ക് വരുന്നൊരു ടോപ്പിക്കാണിത്. ലേഔട്ട് എലമെൻറ്റ്സ്. ലേഔട്ട് എന്താണെന്നും അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും പറയുകയാണ്. അപ്പോൾ അതൊരു പാരഗ്രാഫായിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് പോയിൻറ്റ്സ് ഒന്നും പഠിക്കാനില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കൊരു സബ് ടൈറ്റിൽ വരുന്നുണ്ട്, ഫങ്ഷൻസ് ഓഫ് ലേഔട്ട് എന്ന സബ് ടൈറ്റിൽ. അതും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലേഔട്ട് എലമെൻറ്റ്സ് എന്നുള്ള പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ശ്രദ്ധിക്കാം. Laying out the magazine pages involves selecting the content for each page, text and pictures, designing the pages for clarity, pleasing appearances, and then processing the pictures. അപ്പോൾ ലേയിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലേ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗസീനിൽ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ, അതായത് ചിത്രമാവട്ടെ, ടെക്സ്റ്റ് മാറ്റേഴ്സ് ആവട്ടെ, ഡിസൈൻ ചെയ്യാനുള്ള ഭാഗങ്ങളാവട്ടെ, ഇതൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുന്ന കാര്യത്തിന് നമ്മൾ പൊതുവെ വിളിക്കുന്നതാണ് ലേ ഔട്ട് എന്ന്. അപ്പോൾ ഇതിനെയൊക്കെ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ലേയിങ് ഔട്ട് അല്ലെങ്കിൽ ലേ ഔട്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് പ്ലീസിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് മാഗസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും കണ്ണിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ കണ്ണിന് ആകർഷണീയത കൊടുക്കുന്ന തരത്തിൽ, കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു മാഗസിനെ ഒരുക്കുന്നത് ലേ ഔട്ടാണ്. ലേ ഔട്ട് ഡിസൈൻ കുഡ് ബി ക്യാരക്ടറൈസ്ഡ് ആസ് ഡിറ്റർമൈനിങ് ദ ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്സ് ഓൺ പേജ്. അപ്പോൾ ഒരു പേജിലുള്ള ഓരോ വ്യത്യസ്തമായ എലമെൻറ്റ്സ് ഉണ്ടാവും. ടെക്സ്റ്റ് ആവട്ടെ, ചിത്രങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, ഇവയൊക്കെ തമ്മിൽ കണക്റ്റ് ആവുന്നതും തമ്മിലൊക്കെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതും ലേ ഔട്ട് വളരെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലേ ഔട്ട് വഴിയാണ് ഇവയെല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ വളരെ ചേർന്ന് നിൽക്കാൻ കാരണം. Magazine formats are very fluid and column widths are not standardized. Means പത്രത്തിൽ നമ്മൾക്ക് കാണാം ഒരു കൃത്യമായ അളവിലുള്ള നീളൻ കോളങ്ങളാണ് ഉണ്ടായിരിക്കുക ഒരു ന്യൂസിന്, അല്ലേ? ചിലത് വിഡ്ത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന കോളവും അതുപോലെ സെയിം വിഡ്ത്തിലായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു കോളം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കാണാം. പ്രത്യേകിച്ചും വീതി കൃത്യമായിരിക്കും. അതങ്ങനെ താളം തെറ്റിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് തെറ്റിച്ച് പിന്നീട് പത്രങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ മാഗസിനിൽ അങ്ങനെ കൃത്യമായിട്ട് ഈ അളവിൽ തന്നെ കോളംസ് കൊടുക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കട്ട് ചെയ്യും, ചിലപ്പോൾ ചരിച്ചു കൊടുക്കും, ചിലപ്പോൾ റൗണ്ട് ചെയ്ത് കൊടുക്കും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. വെൻ ലേയിങ് ഔട്ട് എ പേജ് particularly in a horizontal format, editors often place body copy in several adjacent columns. അതാ എഡിറ്റേഴ്സ് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന ഒരു കണ്ടൻറ്റിനെ പല രീതിയിൽ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പം ഈ കോളത്തിൻ്റെ വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതൊരു നിർബന്ധമായിട്ടുള്ളൊരു നിയമമല്ല മാഗസീൻ്റെ കാര്യത്തിൽ. Magazine publications use a variety of borders to separate one page element from another. ഒരു സാധാരണ മാഗസീൻ പബ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കാനും ചേർക്കാനും ഒക്കെ വേണ്ടി അവരുടെ ബന്ധം കുറച്ചുകൂടെ വ്യത്യസ്തമാക്കാനും വെറൈറ്റി ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ബോർഡറുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. മോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ബോക്സ്ഡ്. സാധാരണ പരസ്യങ്ങളൊക്കെ ബോക്സ് ചെയ്യപ്പെട്ടിട്ടാണ് ഉണ്ടാവുക, പെട്ടിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ചതുരത്തിനുള്ളിലാക്കിയിട്ടാണ് ഉണ്ടാവുക. സം വിത്ത് ഓർണമെൻ്റൽ ബോർഡേഴ്സ്. ചിലതിന് ആലങ്കാരികമായിട്ടുള്ള വളരെ അലങ്കരിച്ച ബോർഡറുകളൊക്കെ കൊടുത്ത് ചില പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. സം സ്റ്റോറീസ് ആർ ഓൾസോ ബോക്സ്ഡ്. ചില സ്റ്റോറികൾ കൊടുക്കുന്നത് ബോക്സിനുള്ളിലാക്കിയിട്ടാണ്. ബട്ട് യൂഷ്വലി വിത്ത് സിമ്പിൾ പ്ലെയിൻ ലൈൻസ് കോൾഡ് റൂൾസ്. സാധാരണ ഡിസൈൻസ് ഒന്നും അധികം ഉപയോഗിക്കാതെ ലൈൻസ് ആയിട്ടാണ് കൊടുക്കുക. ആ ലൈൻസിനെ നമ്മൾ വിളിക്കുന്നത് റൂൾസ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ സ്കെയിൽ പോലുള്ള ചെറിയ ലൈൻ ഉണ്ടാവും കമ്പ്യൂട്ടർ സ്ക്രീനിൽ. അത്തരം ലൈൻസ് ഉപയോഗിച്ചാണ് ഇവയെ വേർതിരിച്ച് കാണിക്കാറ്. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് റൂൾസ് എന്ന്. The use of open space, also called white space, helps to achieve unity of design. ഒരു മാഗസീൻ്റെ യൂണിറ്റി, ഏകത, മൊത്തത്തിലുള്ളൊരു ഏക സ്വഭാവം, അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ മാഗസീനിലായാലും ഏത് പുസ്തകത്തിലായാലും വളരെ ഭംഗിയാണ്, നീറ്റാണ്.
അപ്പോൾ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രിൻറ്റഡ് ഏരിയയ്ക്കാണ് വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. വെൽ ഡിസൈൻഡ് പബ്ലിക്കേഷൻസ് യൂസ് കൺസിസ്റ്റൻറ്റ് എമൗണ്ട്സ് ഓഫ് white space or open space between columns of type, between photographs and their captions, above and below headlines, between the flag and the rest of the page, between the headline and the byline, and between the byline and the first paragraph of the story. അപ്പോൾ ഇവിടെ പറയുന്നത് വൈറ്റ് സ്പേസിൻ്റെ ഉപയോഗമാണ് ഈ പാരഗ്രാഫ് മുഴുവനായിട്ടും പറഞ്ഞിട്ടുള്ളത്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രിൻറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അൺപ്രിൻറ്റഡ് ആയിട്ടുള്ള ഏരിയ എപ്പോഴും വൈറ്റ് ആയിട്ട് കിടക്കും. വൈറ്റ് എന്ന് ചിലപ്പോൾ പേജിൻ്റെ കളർ റെഡോ ഗ്രീനോ ഒക്കെ ആണെങ്കിലും അൺപ്രിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ വൈറ്റ് സ്പേസ്. അത് കളറല്ല ഉദ്ദേശിക്കുന്നത്, പ്രിൻറ്റ് ചെയ്യപ്പെടാത്ത ഒഴിച്ചുവിട്ട ഏരിയ. അങ്ങനെ ഒഴിച്ചുവിട്ട ഏരിയകൾ ഉണ്ടാകുമ്പോൾ പേജിന് വളരെ നീറ്റ്നെസ് ആണ്. എന്ന് കരുതി മുഴുവൻ ഒഴിച്ചു വിടുക എന്നുള്ളതല്ല, മൊത്തത്തിലൊരു ഒഴിച്ച് വിട്ട സ്ഥലത്ത് ചെറിയ ചെറിയ പാരഗ്രാഫുകളും ഒക്കെ കൊടുക്കുമ്പോൾ വളരെ നീറ്റായിട്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മളെ വീട്ടിലൊക്കെ ഒരു റൂമൊക്കെ വളരെ ക്ലീൻ ചെയ്ത് മറ്റ് തുണികളൊക്കെ അടുക്കി വെച്ച് 1-2 സാധനങ്ങൾ മാത്രം പ്ലേസ് ചെയ്യുമ്പോൾ ഒരു വൃത്തി, അതുപോലെ തന്നെ ഈ ഓപ്പൺ സ്പേസിന് അത്രയും വൃത്തിയുണ്ട്. അപ്പോൾ ഹെഡ്ലൈൻ കഴിഞ്ഞ് താഴേക്ക് വരുന്ന ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ബോഡി കോപ്പീൻ്റെ ഇടയിൽ ഒരു വൈറ്റ് സ്പേസ് വിടുക, ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ ചുറ്റുഭാഗത്തും വൈറ്റ് സ്പേസ് കൊടുക്കുക, അതുപോലെ ഹെഡ്ലൈൻസിനിടയിൽ മെയിൻ ടൈറ്റിലിൻ്റെ താഴേക്ക്, ഇത്തരം കാര്യങ്ങളിലൊക്കെ. അല്ലെങ്കിൽ ബൈ ലൈൻ, നമ്മൾ ക്രെഡിറ്റ് ലൈൻ കൊടുക്കൂലേ, ആൾക്കാർ പേര്, ഒരു ലേഖനം എഴുതിയ ആളിൻ്റെ പേര് കൊടുക്കുന്നതിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് വിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഭംഗി കൊടുക്കും, വൃത്തി കൊടുക്കും. Most publications use digital photography in some form or another. അപ്പോൾ ഇന്നത്തെ നിലയിൽ നമുക്കറിയാം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് മാഗസീനിലൊക്കെ. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ തന്നെയാണ്. ഡിജിറ്റൽ ഫോട്ടോസ് റിക്വയർ സൈസിങ് ആൻഡ് കളർ കോൺട്രാസ്റ്റ് adjustment through the use of computer programs such as Adobe Photoshop. അപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് സൈസിലേക്കും ക്രോപ്പ് ചെയ്ത് റീസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊക്കെയാണ് അങ്ങനെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ ഫോട്ടോസ് എന്ന്. The main purpose of using color as a design element is to draw attention to the content. കണ്ടൻറ്റിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കളർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് കളർ ഈസ് ബെറ്റർ ദാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർ ഗ്രാബിങ് ദ റീഡേഴ്സ് അറ്റൻഷൻ. അപ്പോൾ പല സ്റ്റഡികളും പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അടുത്ത ടൈറ്റിലാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ലേ ഔട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ലേ ഔട്ട് എന്ന് ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ എഴുതേണ്ടതായിട്ട് വരികയാണ് ചെയ്യുക. അല്ലാതെ പ്രത്യേകിച്ച് ഫങ്ഷൻസ് ചോദിക്കുമോ എന്നുള്ളതൊന്നും ഉറപ്പില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതല്ല, ലേ ഔട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അതിന് കൂടെ ചേർത്ത് എഴുതേണ്ട കാര്യം തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് ലേ ഔട്ട്. നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷൻസ് ഇതിൽ ആകെ 1, 2, 3, 4, 5 ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ 5 ഫങ്ഷൻസിനെ ആദ്യം ടൈറ്റിൽ മാത്രം വായിക്കാം. ഫങ്ഷൻ 1 ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ, 2 ടു ഇൻട്രൊഡ്യൂസ് എ ഫീച്ചർ, 3 ടു ഇല്ലുമിനേറ്റ് ആൻഡ് ആംപ്ലിഫൈ ദ കണ്ടൻറ്റ്, 4 ടു കീപ് ദ റീഡർ ഓൺ ദ ഹൂക്ക്, 5 ടു എക്സ്പ്രസ് ദ മാഗസീൻസ് ക്യാരക്ടർ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷൻസ് ഓഫ് ലേ ഔട്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ, ഇതാണ് ഒന്നാമത്തതായ ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ എന്താണെന്ന് നോക്കാം. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഫങ്ഷൻ അല്ലേ. ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് എ ലേ ഔട്ട് ഈസ് ടു അട്രാക്ട് അറ്റൻഷൻ, ടു ഗെറ്റ് ദ റീഡർ സ്റ്റോപ്പ് ആൻഡ് ലുക്ക് അറ്റ് ഈച്ച് ആൻഡ് എവറി nook and corner ഓഫ് ദ പേജ്. അപ്പോൾ ആൾക്കാർ ലേ ഔട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പേജിൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് പറഞ്ഞ പേരാണല്ലോ ലേ ഔട്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തത് ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ, അതായത്
ഒരു ലേഔട്ടിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വായനക്കാരൻ എവ്രി ന്യൂക്ക് ആൻഡ് കോർണർ എന്ന് പറയുന്നുണ്ട്. ന്യൂക്ക് ആൻഡ് കോർണർ എന്നുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കും മൂലയും എന്നുള്ളതാണ്. അപ്പോൾ ഏത് കോർണറിലേക്കും വായനക്കാരന് ഈസി ആയിട്ട് കണ്ണോടിക്കാൻ പറ്റണം, അതാണ് ഒന്നാമത്തത് അല്ലേ. അപ്പോൾ ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ, വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. 2, ടു ഇൻട്രൊഡ്യൂസ് എ ഫീച്ചർ, ഒരു ഫീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ഭാഗം എന്താണെന്ന് ആൾക്കാരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ലേഔട്ട് ഉപയോഗിക്കുന്നു. The visual aspects of a page tell what the content is about and why it is of concern to the reader. അപ്പോൾ ഒരു പേജിൻ്റെ ഒരു സെറ്റിംഗ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതായത് ആ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലേഔട്ട് കണ്ടാൽ തന്നെ നമുക്ക് ഈ സ്റ്റോറി എന്തിനെക്കുറിച്ചുള്ളതായിരിക്കും എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവുക. ആ സ്റ്റോറിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ അതിന് സഹായിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ളതാണെന്ന് ഓർക്കാം, ഒരു എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ചിത്രം കാണുന്നു, കുറച്ച് മഴക്കാലം കാണിക്കുന്നു, അത് സംബന്ധിച്ച് രോഗങ്ങൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മഴയത്ത് കുട ചൂടി നടക്കുന്നത്, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിത് മഴക്കാലം നമുക്ക് ഫീൽ ചെയ്യുകയും അത് ആ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കുകയും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും, ഒരു പരിചയപ്പെടുത്തൽ കിട്ടും. അപ്പോൾ അതാണ് ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഫങ്ഷൻ ടു ഇൻട്രൊഡ്യൂസ് എ ഫീച്ചർ. 3, ടു ഇല്ലുമിനേറ്റ് ആൻഡ് ആംപ്ലിഫൈ ദ കണ്ടൻറ്റ്. കണ്ടൻറ്റിനെ ഒന്നുകൂടെ പൊലിപ്പിക്കാനോ അല്ലെങ്കിൽ വലുതാക്കി കാണിക്കാനോ വേണ്ടി. Often the pictures, captions and an editorial note will add to the content of a story. അപ്പോൾ സാധാരണഗതിയിൽ ചിലപ്പോൾ ഒരു സ്റ്റോറിനോടൊപ്പം തന്നെ ക്യാപ്ഷൻസും ചിത്രങ്ങളും എഡിറ്റോറിയൽ നോട്ടുകളും എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കും. അപ്പോൾ അതെന്തിനാണ്? ആ സ്റ്റോറീനെ ഒന്നുകൂടെ പൊലിപ്പിക്കാൻ. കാരണം വെറുതെ ഒരു സ്റ്റോറി കുറേ ടെക്സ്റ്റ് മാറ്റർ മാത്രം കണ്ട ആൾക്കാർ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടില്ല. അപ്പം നല്ലൊരു ചിത്രവും കൊടുത്ത് ആ ചിത്രത്തിലൂടെ നമ്മളെ സ്റ്റോറീനെ ഒന്ന് പൊലിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ ക്യാപ്ഷനൊക്കെ കൊടുത്ത് അത്ഭുതപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർ ഈ സ്റ്റോറി വളരെ മഹത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിലേക്ക് എത്തുന്നു. ഓക്കെ, ദേ മേ ടെൽ ദ സ്റ്റോറി ഫ്രം എ ഡിഫറെൻറ്റ് ആംഗിൾ ഓർ ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് for the story so that it may be seen in perspective or furnish certain highlights. In short, this function of the layout is to complete and enrich the content. അപ്പോൾ ഒരു കണ്ടന്റിനെ എൻറിച്ച് പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുത്തുക അല്ലേ, കൂടുതൽ മെച്ചപ്പെടുത്താനും അത് അല്ലെങ്കിൽ പൂർത്തീകരിക്കാനും, ഒരു കണ്ടന്റിനെ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനോ ആണ് ലേഔട്ടിൻ്റെ ഈ ഫങ്ഷൻ പറയുന്നത്. To illuminate and amplify the content. 4, to keep the reader on the hook. To keep the reader on the hook എന്ന് പറയുമ്പോൾ, ഹൂക്ക് എന്ന് പറഞ്ഞാൽ കൊളുത്താണ് അല്ലേ. ഹൂക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, യൂസ് നോ ഹൂക്സ് എന്നൊക്കെ ചാക്കിൻ്റെ മുകളിലൊക്കെ എഴുതിയേക്കും അല്ലേ, കൊളുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഹൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്തുകളാണ്. നമ്മൾ ബട്ടൺ ഷർട്ടിലൊക്കെ ഉണ്ടാവും ഹൂക്ക്, അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ കാണും അല്ലേ. അപ്പോൾ ടു കീപ് ദ റീഡർ ഓൺ ദ ഹൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരനെ കൊളുത്തി വെക്കുക. കൊളുത്തി വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് കയ്യിൽ വെക്കുക. അപ്പോൾ പിന്നെ ബാക്കി ആ കൊളുത്ത് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കൊളുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലേഔട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അതായത് ഈ ഫംഗ്ഷൻ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാം. The second or third page of a feature, while different in appearance from the first, must also be visually inviting. The idea here is to keep the reader continue reading and prevent him from putting the magazine aside because the pages look too formidable. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് വായനക്കാരനെ കൊളുത്തി വയ്ക്കുക. അപ്പോൾ ഒന്ന് കൊളുത്തി പിടിച്ചു വെക്കുക. അതായത് വായനക്കിടയിൽ വായനക്കാരൻ ആ പേജ് വിട്ട് ഒഴിവായി അടുത്ത പേജിലേക്കോ അല്ലെങ്കിൽ അടുത്ത
സ്റ്റോറിയിലേക്കോ അല്ലെങ്കിൽ ആ മാഗസീൻ തന്നെ മടക്കി വെക്കാനോ പാടില്ല. അപ്പോൾ അങ്ങനെ മടക്കി വെക്കാതെ അല്ലെങ്കിൽ ആ മാഗസീനിന് സ്കിപ്പ് ചെയ്ത് പോവാതെ അതിൽ നിന്ന് വായിച്ചൊരു സ്റ്റോറീനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതിനെ പിടിച്ചു വെക്കാം, ഒരു വായനക്കാരനെ കൊളുത്തി വയ്ക്കാം. അപ്പോൾ അങ്ങനെ കൊളുത്തി വയ്ക്കാൻ ലേ ഔട്ടുകൾ ഉപയോഗിക്കുന്നു. കാരണം അട്രാക്റ്റീവ് ആയിട്ടുള്ള പേജുകളും ഡിസൈനുകളും അതിൻ്റെ പ്ലേസിങ്ങും ഒക്കെ മനസ്സിലാവുന്നു. പിന്നെ അതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞൊരു ഭാഗത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടർച്ച ഇനിയിപ്പോൾ ഒരു അവസാനത്തെ പേജിലാണെങ്കിലും ആ തുടർച്ചയിലേക്ക് ചെന്ന് പോകുന്നു. അപ്പോൾ ആ സ്റ്റോറിയിൽ നമ്മൾ ഹൂക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഹൂക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു റീഡറിനെ. അടുത്തതും ലാസ്റ്റുമാണ് അത് ടു എക്സ്പ്രസ് ദ മാഗസീൻസ് ക്യാരക്ടർ. അപ്പോൾ ലേ ഔട്ട് ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു കാര്യം, അല്ലെങ്കിൽ ലേ ഔട്ട് കൊണ്ടുള്ളൊരു ലേ ഔട്ടിൻ്റെ അടുത്തൊരു ഫങ്ഷനാണ് ടു എക്സ്പ്രസ് ദ മാഗസീൻസ് ക്യാരക്ടർ. അതായത് മാഗസീൻ്റെ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ദ ലേ ഔട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് a chief means for revealing the slant or personality of the magazine. മാഗസീൻ്റെ ലേ ഔട്ട് കണ്ടാൽ തന്നെ ഇത് ഏത് ടൈപ്പാണ്, ഇതിൻ്റെ സ്വഭാവം എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ചായ്വ് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലായിരിക്കും അതിൻ്റെ ഡിസൈൻ ഉണ്ടാവുക. അപ്പോൾ ഒരു മോഡേൺ മാഗസീൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു സാഹിത്യ മാഗസീൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ലേ ഔട്ടിലൂടെ മനസ്സിലാവുന്നു. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഫങ്ഷൻസ് ഉള്ളത്. ഈ 5 ഫങ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ. 2 ടു ഇൻട്രൊഡ്യൂസ് എ ഫീച്ചർ. 3 ടു ഇലിമിനേറ്റ് ആൻഡ് ആംപ്ലിഫൈ ദ കണ്ടൻറ്റ്. 4 ടു കീപ് ദ റീഡർ ഓൺ ദ ഹൂക്ക്. 5 ടു എക്സ്പ്രസ് ദ മാഗസീൻസ് ക്യാരക്ടർ. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് ലേ ഔട്ട്. അത് 5 എണ്ണവും പഠിക്കണം. അടുത്ത ക്ലാസ്സിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ അടുത്ത ഭാഗമാണ് മാഗസിൻ പ്രൊഡക്ഷൻ.